നാട് ഒറ്റപ്പാലത്തല്ലേ? അപ്പോൾ എങ്ങനെയാണ് ഒറ്റപ്പാലത്തിൻ്റെ ഓർമ്മകൾ? എൻ്റെ അമ്മമ്മയും അമ്മച്ചനും ഒക്കെ താമസിച്ച സ്ഥലം ചളവറ എന്ന സ്ഥലമാണ്, ഒറ്റപ്പാലം അടുത്തായിട്ട്. അപ്പോൾ അവിടെ വെക്കേഷൻ കാലങ്ങളിൽ പോയ ഓർമ്മകളാണ് അധികം എനിക്ക്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയ സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ എപ്പോഴും അവിടെ പോകാൻ ഇഷ്ടമായിരുന്നു. ഒരുവിധം എല്ലാ കൊല്ലം പോയിരുന്നു. എല്ലാ കൊല്ലം പോയി ഞങ്ങളുടെ വീടുണ്ടായിരുന്നു 4 പുറം പാടങ്ങൾ, റൈസ് പാടങ്ങളും പിന്നെ ഒരു കുന്നും ഒക്കെ. ഭയങ്കര ചേഞ്ച് ആയിരുന്നു. ബോംബെയിൽ നിന്ന് പോകുമ്പോൾ അത് നല്ലൊരു ചേഞ്ച് ആയിരുന്നു. ഇപ്പോൾ അവിടെ ആരും ഇല്ല, വീട് പൂട്ടിക്കിടക്കണ്ടായിരുന്നു. അങ്ങനത്തെ ഒരു കഥ ഉണ്ടായിട്ടില്ല. എനിക്കിപ്പോഴും അങ്ങനൊരു കേരളം സെറ്റിംഗ് ഇട്ടൊരു സിനിമ ഉണ്ടാക്കണം, സിനിമ എഴുതണമെന്നും അങ്ങനെ സിനിമ ഉണ്ടാക്കണം എന്നൊരു ആഗ്രഹമുണ്ട്. നാട്ടിലുണ്ട്. എൻ്റെ ചെറിയമ്മ ഉണ്ട് എറണാകുളത്ത്, എൻ്റെ ചേച്ചിയുണ്ട് കോയമ്പത്തൂർ, പിന്നെ എൻ്റെ അച്ഛൻ്റെ എന്താ പറയുക, അച്ഛൻ്റെ ചേച്ചിയുണ്ട് ചളവറ തന്നെ. അപ്പോൾ അവിടെ ഉണ്ട് ആൾക്കാർ കുറച്ച് പേരൊക്കെ. സെറ്റിൽ ചെയ്യുമോയെന്ന് എനിക്കറിയില്ല. അറിയില്ല, ഇപ്പം അങ്ങനെ തോന്നിയിട്ടില്ല. പക്ഷെ എനിക്ക് നാട്ടിൽ പോകാൻ അങ്ങനെ ഒരു പോവുക, നല്ലൊരു ചേഞ്ച് വരിക. അതുകൊണ്ട് എപ്പോഴും നാട്ടിൽ ഒരു ഡിസംബർ ജനുവരി ഞാൻ ഒരു ട്രിപ്പ് ഞാൻ അടിക്കും. എപ്പോഴും എൻ്റെ കൂട്ടുകാർ പറയും, നീ കൊല്ലം പോകണില്ലേ, എൻ്റെ ആനുവൽ ട്രിപ്പ് ചെയ്യില്ല എന്നൊക്കെ ചോദിക്കും. പക്ഷേ ഇങ്ങനെ ഒരു റൈറ്റർക്ക് വേണ്ടി ആവശ്യം ഒരുപാട് ഒബ്സർവേഷനാണ്. അപ്പോൾ ഡു യു ട്രാവൽ? ആക്ച്വലി ഐ ഡു ബട്ട് സി മൈ അഡ്വാൻറ്റേജ് വാസ് ദാറ്റ് ഐ ബിഗാൻ എ ജേർണലിസ്റ്റ്. സോ എൻ്റെ ഒരുപാട് ഇൻട്രാക്ഷൻ ആൾക്കാരായിട്ടുണ്ട്, ഒരുപാട്. അതുകൊണ്ട് അങ്ങനെ ഒരു ഇതുണ്ട്. പക്ഷെ അങ്ങനെ സ്ഥലങ്ങൾ പോയി കാണാൻ ശ്രമിച്ചു ഞാൻ. ആക്ച്വലി ഞാൻ റൈറ്റിംഗ് തുടങ്ങിയതിന് ശേഷം ഐ ഡിഡ് 1 ട്രിപ്പ് ഓഫ് യൂറോപ്പ്. ഓക്കെ, ലണ്ടൻ, പാരീസ് എല്ലാം പോയി കണ്ടു. പിന്നെ സിംഗ് ഇസ് കിങ് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഐ വാസ് ഇൻ ഓസ്ട്രേലിയ റൈറ്റിംഗ് ലണ്ടൻ ഡ്രീംസ്. അങ്ങനെ ബിക്കോസ് അതർവൈസ് യു വിൽ നെവർ നോ എന്താണ് ഈ രാജ്യങ്ങളെ. നമ്മളിങ്ങനെ ലണ്ടനിൽ നടത്തുന്നു എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ എഴുതും, പക്ഷേ നമുക്കൊന്നും അറിയാണ്ടാവില്ല. അപ്പോൾ അങ്ങനെ അറിഞ്ഞിരിക്കാൻ വേണ്ടി ഞാൻ പോയി കണ്ടുവന്നു എല്ലാ സ്ഥലങ്ങളും. അതെ, ഓഗസ്റ്റ് 15, 14 ആണെന്നുണ്ടെങ്കിൽ ഒരു പടം റിലീസ് ആകുമ്പോൾ ഡയറക്ടേഴ്സിനൊക്കെ ഭയങ്കര ടെൻഷനാണ്, ആക്ടേഴ്സിന്. സ്ക്രീൻ പ്ലേയും സ്ക്രിപ്റ്റ് റൈറ്റേഴ്സിനൊക്കെ ടെൻഷൻ എങ്ങനെയാണ്? ടെൻഷൻ ഉണ്ടാവാറുണ്ട്. ടെൻഷൻ കാരണം ഞാൻ പറയില്ല, ഏറ്റവും രസമുള്ള പരിപാടി എഴുത്താണ്. ആ സിനിമ എഴുതുന്നതും ആ സിനിമ ഉണ്ടായി വരുന്നതും ഏറ്റവും തല്ലിപ്പൊളി ഏർപ്പാട് ആ സിനിമ റിലീസായിട്ട് അതിൻ്റെ റിവ്യൂസ് കാണുമ്പോഴാണ്. അതെ, അപ്പോൾ അത് കാണുമ്പോൾ എന്നുവെച്ചാൽ സ്വാഭാവികമായിട്ട് എല്ലാവരും തിരക്കഥ മോശമാണ്, അതാണ്. അത് കാണുമ്പോൾ ഒരു അയ്യോ പോയി, അപ്പോൾ നമുക്കൊരു വിഷമം തോന്നും. അപ്പോൾ അങ്ങനത്തെ ഒരു ചുറ്റുപാട് വരുമ്പോൾ തോന്നും. ഡയറക്ടോറിയൽ വെഞ്ചർ ചെയ്യണമെന്നൊക്കെ ഉണ്ട്, പക്ഷേ ഇതുവരെ ധൈര്യം വന്നിട്ടില്ല. എന്താ വെച്ചാൽ ഞാൻ ഇവരൊക്കെ ഡയറക്റ്റ് ചെയ്യുന്ന കാണുമ്പോൾ അയ്യോ ഇതിപ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടുള്ള ഒരുപാട്. എഴുത്താണ് സുഖം, ഞാനിങ്ങനെ എഴുതിയാൽ പോരെ, ഇങ്ങനെ ആവാൻ ചാടി ആദ്യം പോയി എന്നൊക്കെ എഴുതിയാൽ മതി. അത് ചെയ്യാൻ ഒരുപാട് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതിനുള്ള ധൈര്യം വരുമ്പോൾ ചിലപ്പോൾ ഞാൻ ഡയറക്ഷൻ ചെയ്യണമെന്നുണ്ട്. എനിക്ക് ആക്ച്വലി കഴിഞ്ഞല്ലോ 1-2 പേര് ഓഫറൊക്കെ ചെയ്തു. വെച്ചാൽ ഇങ്ങനെ ഇപ്പോൾ ഒരു ബൂം നടക്കുകയായിരുന്നു ഈ റിസഷൻ വരുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഓഫർ കിട്ടുന്നു. അപ്പോൾ അങ്ങനെ ഒരു ഓഫറേക്കും വന്നു ഡയറക്ഷൻ ചെയ്യണമെന്ന് ഇൻട്രസ്റ്റ്. ഞാൻ പറഞ്ഞു എനിക്ക് ധൈര്യമില്ല, ഞാൻ ധൈര്യം വെച്ച് സിനിമ ഉണ്ടാക്കാൻ ധൈര്യം വരുമ്പോൾ ഞാൻ ചെയ്യേണ്ടത്. സബ്ജക്റ്റ് ഉണ്ട് ആക്ച്വലി. ഒരു എനിക്ക് ഐ ലൈക്ക് സ്ലൈറ്റ്ലി റിലേഷൻഷിപ്പ് ബേസ്ഡ് സ്റ്റോറീസ്, ബട്ട് ഐ ഓൾസോ ലൈക്ക് ത്രില്ലേഴ്സ്. അപ്പോൾ ഇത് രണ്ടും കമ്പൈൻഡ് കഥ ഉണ്ടാക്കണം എന്നാണ് ആക്ച്വലി എൻ്റെ ഐഡിയ. അങ്ങനെ ഒരു ഇപ്പോൾ നമ്മൾ ട്രാവൽ ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ പല സമയത്തും പെട്ടെന്നൊരു കഥയൊക്കെ മനസ്സിൽ ടപ്പായെന്നൊരു ഇമ്പൾസ് വരാറുണ്ടോ? ചിലപ്പോൾ വരും. അത് ഞാൻ ചിലപ്പോൾ 2 വരെയൊക്കെ എഴുതി ഞാൻ വെച്ചേക്കാം എവിടെയെങ്കിലും. അതങ്ങനെ റിലീജിയസ് ആണോ? ദൈവവിശ്വാസിയാണ്, അമ്പലവാസിയല്ല, ദൈവവിശ്വാസിയാണ്. ഗുരുവായൂരപ്പൻ അമ്മയുടെ ഇഷ്ടദൈവമാണ്, എൻ്റെ ഇഷ്ടദൈവം. അമ്മയ്ക്ക് ഗുരുവായൂരപ്പൻ ഭയങ്കര വിശ്വാസമാണ്. പോവും. ഞാൻ അങ്ങനെ വീക്ക്ലി അങ്ങനെ എല്ലാ ചൊവ്വാഴ്ച അമ്പലത്തിൽ പോകും, അങ്ങനെ പരിപാടിയൊന്നുമില്ല. പണ്ട് സ്കൂളിലൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട് സ്കൂളിൽ. ഇപ്പോൾ ഒന്നും അങ്ങനെ ഇല്ല. ഇപ്പം ഞാൻ ദിവസേന തൊഴുകും, വിളക്കൊളുത്തും, പ്രാർത്ഥിക്കും. അതെ, പാട്രിയോട്ടിക്കാണ്. അച്ഛൻ കുറച്ചു കാലം ഗൾഫിലായിരുന്നു, ടെലിഫോൺസിലായിരുന്നു. പിന്നെ ഗൾഫിലായിരുന്നു കുറേ കാലം. അമ്മ ഹൗസ് വൈഫാണ്. 2 ചേച്ചിമാരുണ്ട്. ഒരാൾ 2 ചേച്ചിമാരും. ഒരു ചേച്ചി ഇവിടെ BRCയിൽ, എൻ്റെ അളിയൻ BRCയിലാണ്. ഒരു ചേച്ചി കോയമ്പത്തൂരാണ്, അളിയൻ അവിടെ ബാങ്കിലാണ്. അങ്ങനെ മൈ വൈഫ് ഈസ് ആക്ച്വലി ടീച്ചർ. സോ ഷീ വാസ് വിത്ത് മീ ഇൻ കോളേജ്. ഞങ്ങൾ അങ്ങനെ ഷീ ഫ്രം ഹിയർ, ബോംബെ. ഒരുപാടുണ്ട്. അല്ല, ഇംഗ്ലീഷാണ് ഞാൻ വായിക്കുക. മലയാളം എനിക്ക്
പ്രാക്ടീസ് ഇല്ല, അതുകൊണ്ട് ഒരുപാട് ബുദ്ധിമുട്ടാണ് മലയാളം വായിക്കാൻ. പക്ഷെ അക്ഷരങ്ങൾ എല്ലാം അറിയാം, എല്ലാം വായിക്കും. ഞാൻ വായിക്കും, എഴുതാനും അറിയാം. പക്ഷേ ഞാൻ എട്ടാം ക്ലാസ് വരെ ഞാൻ പഠിച്ച സ്കൂൾ ഒരു സൗത്ത് ഇന്ത്യൻ എഡ്യൂക്കേഷൻ സൊസൈറ്റി നടത്തിയ സ്കൂളായിരുന്നു. എൻ്റെ അമ്മയ്ക്കൊരു നിർബന്ധം ഞാൻ മലയാളം അറിഞ്ഞിരിക്കണമെന്ന്. അതുകൊണ്ട് അവിടെ ഞാൻ പഠിച്ചത്. അപ്പോൾ ആ പഠിച്ച സമയത്ത് മലയാളം അറിഞ്ഞു. പിന്നെ വെച്ചാൽ അത് ടച്ച് ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ വായിക്കാൻ തോന്നിയിട്ടില്ല. എനിക്ക് ഏറ്റവും ഇഷ്ടം MT വാസുദേവൻ നായരുടെ കഥകളായിരുന്നു. ഒരു ദിവസത്തെ ഒരു വർക്ക് എങ്ങനെയാണ്? രാവിലെ ചിലർക്കൊക്കെ രാവിലെ തന്നെ എഴുതാൻ വരിക, ചിലർക്കൊക്കെ അർദ്ധരാത്രി ഇരിക്കുമ്പോൾ അങ്ങനെ ഒരു ടൈം ഉണ്ടോ താങ്കൾക്ക്? എനിക്കിഷ്ടം രാവിലെയാണ് സാധാരണ. അങ്ങനെയില്ല, ഇഫ് ഐ ഡെഡ് ലൈൻ പോലെ ഇരിക്കും. ഡെഡ് ലൈൻ ഉണ്ടെങ്കിൽ നമ്മൾ നേരത്തെ തുടങ്ങും, അല്ലെങ്കിൽ ഒരു 9 o'clock ആണെങ്കിലും തുടങ്ങും. ഞാൻ ഉച്ചവരെ എഴുതും. പിന്നെ മീറ്റിംഗ്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഞാൻ അത് ഉച്ചയ്ക്ക് ശേഷമാണ് അധികം വെക്കുക. നെക്സ്റ്റ് പ്രോജക്ട്സ് ഏതൊക്കെയാണെന്ന് പറഞ്ഞത്? ഇപ്പോൾ എൻ്റെ വരാൻ പോകുന്ന പ്രൊജക്റ്റ് ആദ്യം വരെ അലാദിൻ എന്ന പിക്ചറാണ്. അലാദിൻ ഈസ് അമിതാഭ് ബച്ചൻ, സഞ്ജയ് ദത്ത്, റിതേഷ് ദേശ്മുഖ്. ഞാൻ അതിൽ അഡീഷണൽ സ്റ്റോറിയാണ്. ബേസിക്കലി സുജോയിൻ്റെ പിക്ചറാണ്. അപ്പോൾ ഐ എം പാർട്ട് ഓഫ് ദ കമ്പനി, സുജോയിൻ്റെ കമ്പനിയിൽ. അത് കഴിഞ്ഞാൽ വരുന്നത് ലണ്ടൻ ഡ്രീംസാണ്. സൽമാൻ ഖാൻ, അജയ് ദേവ്ഗൺ, ആസിൻ. അത് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ നെക്സ്റ്റ് വെരി സൂൺ ദ സ്റ്റാർട്ട് ഷൂട്ടിംഗ് ആക്ഷൻ റിപ്ലൈ പറഞ്ഞ പടമാണ്. അത് ഇത് കഴിച്ചു, അത് ഷൂട്ട് ചെയ്യും അടുത്ത്. അക്ഷയ് കുമാർ, ഐശ്വര്യ റായ്. Maybe soon ഒരു 2010 പുതിയൊരു സിനിമ താങ്കൾ ഡയറക്റ്റ് ചെയ്യുമെന്ന് ഞങ്ങൾ വിചാരിക്കുന്നു. ഞാൻ വിചാരിക്കണം. ഇത്രയും തിരക്കുള്ള സമയത്ത്, ഇത്രയും എന്താ പറയുക, ഈ സിനിമ എഴുതുന്നതും പിന്നെ അതിൻ്റെ ഒരു എന്താ പറയുക പിക്ചറായിട്ട് കാണുന്നതിൻ്റെ ഒക്കെ ആ ഒരു ടെൻഷൻ ഇരിക്കുന്ന ഒരാൾക്ക് കുറച്ച് സമയം ഞങ്ങൾക്ക് തന്നതിന് വളരെ സന്തോഷമുണ്ട്. ആൻഡ് ടു മീറ്റ് യു, ലൈക്ക് സിനിമകൾ മാത്രമേ കണ്ടിട്ടുള്ളൂ, ഇതിൻ്റെ പുറകിൽ പ്രവർത്തിച്ച് എഴുതിയ ആളെ കാണുന്നത് ഏറ്റവും വലിയ സന്തോഷമുള്ള കാര്യമാണ്. സോ ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. പ്ലഷർ ഈസ് ഓൾ മൈൻ.